ഹലോ ഗൈസ്, എല്ലാവർക്കും നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതേ നമ്മൾ കഴിഞ്ഞ ദിവസം നയാഗ്ര വെള്ളച്ചാട്ടത്തിലെ ബോട്ടിംഗ് ഒക്കെ പോയി അതൊക്കെ കഴിഞ്ഞിപ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ അതേ അടുത്ത സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. എങ്ങടാന്ന് വെച്ചാലേ നമ്മളിപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്ത് വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണേ. അപ്പോൾ ഈ പാറയുടെ ഇടയിൽ കൂടെയൊക്കെ വേണം നമ്മൾ പോകാനായിട്ട്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ഇതൊക്കെ കയറി നമ്മൾ മുകളിലേക്ക് പോകണം, എന്നാലുള്ളൂ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്ത് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എല്ലാവരും അങ്ങനെ പോകണമെന്നില്ല, കാരണം എന്ന് വെച്ചാൽ ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേ പേരൊക്കെ അവിടെ താഴെ തന്നെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഏതായാലും വന്നതല്ലേ, അതും കൂടി ഒന്ന് കാണാലോ എന്ന് വിചാരിച്ച് അങ്ങനെ കയറിയതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീഡിയോയൊന്നും ശരിക്കും എടുക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് കണ്ടില്ലേ, വെള്ളം ഇങ്ങനെ മേത്തേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്തേക്ക് പോകുന്തോറുമേ ഇങ്ങനെ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇങ്ങനെ പറന്നു പോണ മാതിരിയാണ്. നമുക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. അങ്ങനെ മാത്രമല്ല, പിന്നെ നമ്മളത് കഴിഞ്ഞ് നമ്മൾ അത്രയും തന്നെ താഴേക്ക് പോരേം വേണം കേട്ടോ, സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് ആളുകൾ അങ്ങോട്ട് പോകാൻ മടിക്കണത്. അങ്ങനെ ദേ നമ്മൾ അങ്ങനെ കയറി അതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങും കേട്ടോ. കൂടുതൽ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, കാരണം ഭയങ്കര വെള്ളമാണ്. മൊബൈലൊക്കെ ഇങ്ങനെ ആകെ നനഞ്ഞ് കുതിർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതേ ഇനിയിപ്പോൾ ഞാൻ ദേ ഇവിടെ നിന്നിട്ട് മൊത്തത്തിൽ താഴത്തൊരു വ്യൂ കാണിക്കും കേട്ടോ. അപ്പോൾ അതേ ആളുകൾ ബോട്ടിൽ പോകുന്നതും അതുപോലെ തന്നെ അതേ മേളിലേക്ക് കയറി വരുന്നതും താഴേക്ക് പോകുന്നതും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും കേട്ടോ. നല്ലൊരു വൈബായിരുന്നേ അത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റൂല. അപ്പോൾ അതേ നമ്മളങ്ങനെ താഴെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതേ ഞങ്ങളിവിടെ റെസ്റ്റ് ചെയ്യാട്ടോ, ഇവിടെ ഇരുന്ന്. അടിപൊളിയായിരുന്നു, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി നമുക്ക് ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോകണം. അയ്യോ, മഴയും അതിൻ്റെ വെള്ളവും ഒന്നും പറയാൻ വയ്യ, അടിപൊളിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗത്തുനിന്ന് പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത്രയ്ക്കൊരു വൈബായിരുന്നു ഇവിടെ. ആളുകളൊക്കെ അവിടേക്ക് ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്, ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളും കുറച്ചേരം അവിടേക്ക് ഇരുന്നതിന് ശേഷമാണ് ഇനിയിപ്പോൾ നമ്മുടെ ഇതേ മേളിലേക്ക് ലിഫ്റ്റിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ ഇതേ കാണാൻ കേട്ടോ, ആ ലിഫ്റ്റ് അങ്ങനെ താഴേന്ന് അത്രയും നമ്മളിങ്ങനെ മുകളിലേക്ക് കയറണം. ആ പാലമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ നൈറ്റ് വ്യൂ കണ്ടില്ലേ, അപ്പോൾ അത് ആ പാലത്തിൻ്റെ മേളിൽ നിന്നായിരുന്നു കേട്ടോ. ആളുകളൊക്കെ അതെ ഇത്രക്ക് നല്ല തിരക്കാണ്ട. ബോട്ടിങ് ഇറങ്ങിയിട്ട് ആളുകൾ ഇങ്ങനെ മറ്റേ വ്യൂ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ആ കാണുന്നത്. ചിലവരൊക്കെ മടി പിടിച്ച് അവിടേക്ക് ഇരിപ്പുണ്ട്, കാരണം ഒരുപാട് സ്റ്റെപ്പ് കയറണ്ടേ. അതുകൊണ്ട് നമ്മളങ്ങനെ അതേ അങ്ങനെ ലിഫ്റ്റിലേക്ക് കയറുകയാണ്. അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നോക്കിയാണ് അവർ ഓരോ എണ്ണ അനുസരിച്ചാണ് കേട്ടോ അവരകത്തേക്ക് കയറ്റണം. അതിനുശേഷം നമ്മളിപ്പോൾ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉള്ള കാഴ്ച നോക്കിക്കണ്ടേ, എന്ത് രസമാണല്ലേ കാണാനായിട്ട് ഈ വെള്ളച്ചാട്ടം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് പോയി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പോലും പറ്റൂല കേട്ടോ, കാരണം അത്രയ്ക്ക് ശക്തമായിട്ടാണ് ആ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അങ്ങനെ ഒട്ടും വിശ്വസിക്കാൻ പറ്റൂല, ഭയങ്കര ശക്തമായിട്ടാണ്. പക്ഷെ അതിലേക്ക് ഇങ്ങനെ ബോട്ടിലൂടെ പോയി അതിനെ തൊട്ടടുത്ത് കണ്ടു, അതൊക്കെ പറയുമ്പോൾ തന്നെ ഒരു അത്ഭുതം തോന്നുമല്ലേ. പിന്നെ അതുപോലെ തന്നെ മേളിലേക്ക് കയറാനുള്ള ആ സ്റ്റെപ്പ്, അതൊക്കെ നമുക്കിപ്പോൾ ആ ജസ്റ്റ് ഒരു വ്യൂവിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാം കേട്ടോ. നമ്മളിപ്പോൾ നേരത്തെ കയറാൻ നോക്കിയില്ലേ ആ സ്റ്റെപ്പുകളൊക്കെ. അങ്ങനെ അതേ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അതേ നമ്മളിപ്പോൾ ഇവിടെ ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ആളുകൾ വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കേണ്ട ബോട്ടിൽ കയറാനായിട്ട്. പിന്നെ മാത്രമല്ല, ഇത് ഇവിടെ നിന്നിട്ട് ഒരുപാട് പേര് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളും കുറേ ഫോട്ടോസുകളൊക്കെ എടുത്തായിരുന്നു കേട്ടോ. കാര്യം ഇവിടെ നിന്ന് എടുത്താലേ വെള്ളച്ചാട്ടം അത്ര ക്ലിയർ ആയിട്ടൊന്നും കിട്ടാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്, എങ്കിലും നമ്മളതൊക്കെ എടുത്തു. അപ്പോൾ അതേ ഇവിടെയൊക്കെ നോക്കിക്കണ്ടേ, നമ്മൾ ഈ ടിക്കറ്റ് എടുത്തൊരു ഭാഗമാണ് ഇത്. ഞാൻ നേരത്തെ നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറിയപ്പോൾ ഞാൻ ഇവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ആ സമയത്ത് നല്ല തിരക്കായിരുന്നു. അതിന് ശേഷം എന്തേ നമ്മളിപ്പോൾ ഒരു ഷോപ്പിൻ്റെ അകത്തേക്ക് കയറുക കേട്ടോ, സുവനീറുകളൊക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏത് സ്പോട്ടിൽ ചെന്നാലും സുവനീർ വാങ്ങിക്കുക എന്നുള്ളതൊരു ശീലമായി മാറിയിട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സുവനീർ എന്ന് പറയാനായിട്ട് എന്താ പറയുക, ഒരുപാട് ഐറ്റംസുകളുണ്ട്. കീ ചെയിനുകൾ, ടീഷർട്ടുകൾ, പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസുകൾ എല്ലാത്തിലും ഇങ്ങനെ ഈ നയാഗ്ര ഫോൾസ് എന്ന് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതൊക്കെ കാണാനായിട്ട്. ഏകത്തിനും നല്ല റേറ്റൊക്കെ തന്നെയായിരുന്നു. അത് പിന്നെ ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കാണെങ്കിൽ ആകെ ഒരു കൺഫ്യൂഷനാണ് ഏത് വാങ്ങിക്കണമെന്ന്. കാരണം വെച്ചാൽ സുവനീർ തന്നെ പല ടൈപ്പുകൾ നമുക്കവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആളുകളൊക്കെ ഇങ്ങനെ പല ടൈപ്പ് ഇങ്ങനെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മളിപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുക കേട്ടോ. അപ്പോൾ ഇത് നോക്കിക്കണ്ടേ, ഇതൊക്കെ ഓരോ ലെറ്റർ വെച്ചിട്ടുള്ള സുവനീറുകളാണ്. പിന്നെ ഓരോരോ സ്റ്റെപ്പ് ഇങ്ങനെ സ്റ്റിക്കറുകൾ, അതൊക്കെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കാണാൻ സാധിക്കും കേട്ടോ.
അപ്പോൾ നല്ല രസമുണ്ടല്ലോ ഇതൊക്കെ കാണാനായിട്ട്. അങ്ങനെ നമ്മൾ സുവനീറൊക്കെ വാങ്ങി നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ തന്നെ സമയം ഒരുപാട് ലേറ്റായിട്ടുണ്ട്. ഇവിടുന്ന് പോകാനേ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, നമുക്കിനിയിപ്പോൾ തിരിച്ച് ന്യൂജേഴ്സിയിലേക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ അവിടെ ഇവിടെയും തത്തിക്കളിച്ച് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ ഇനി വേഗം ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ റെസ്റ്റോറൻറ്റ് തപ്പി നടക്കാൻ പോവാം കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് ലാസ്റ്റായിട്ട് ഇതേ നമ്മൾ ഒന്നും കൂടി ആ ഫോൾസിൻ്റെ ആ ഭാഗത്തേക്ക് ഒന്ന് വന്നേക്കാണ്. ഇപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ നിങ്ങൾക്കത് എത്രമാത്രം കാണാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പക്ഷേ ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ട്. പക്ഷേ ആളുകൾ അതൊന്നും അത്ര മൈൻഡ് ചെയ്യണില്ല. എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട്. ഈ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു രസമാണല്ലേ. അത് നേരിട്ട് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് കേട്ടോ. നല്ല രസമാണ് അത് കേൾക്കാനായിട്ട്. അപ്പോൾ അതേ ആളുകളൊക്കെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് ഫോട്ടോസും വീഡിയോസുകളൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് നിന്നിട്ട് കഴിഞ്ഞ ദിവസം മറ്റേ നൈറ്റ് വ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഇത് കണ്ടില്ലേ, ഇങ്ങനെ നല്ല ശക്തിയിലാണ് ഈ വെള്ളം പോണത്. ഏതു നേരത്തും ഇങ്ങനെ തന്നെയാണേ, നല്ല ശക്തിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ആ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. നല്ല ശക്തിയിലാണ് ഈ വെള്ളം പോണത്. ഒരു നേരത്ത് പോലും ഇതിങ്ങനെ ശക്തി കുറഞ്ഞ് പോണതായിട്ട് ഞാൻ കണ്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നേരെ ചെന്ന് വീഴണതാണ് ആ വാട്ടർഫോൾസായിട്ട് അങ്ങനെ പതിക്കണേ കേട്ടോ. ദേ ഇത് കണ്ടില്ലേ. അപ്പോൾ ദേ ആ ഓപ്പോസിറ്റ് കാണുന്നത് കാനഡയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കാണണേ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതേ ഇത് നോക്കിക്കേണ്ട ഒരുപാട് ഓരോരോ ഇങ്ങനെ മോഡൽ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വന്നിട്ട് ടിക്ടോക്ക് പോലെ വീഡിയോസുകളൊക്കെ ഇങ്ങനെ എടുക്കണം നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതേ ഇത് കണ്ട ഇത് ഈ റോഡുകളൊക്കെ കണ്ട ഇങ്ങനെ ഇതുമാതിരി ഇങ്ങനെ വിണ്ട് കയറിയ പോലെയൊക്കെ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ അതേ ഈ പോകുന്ന വഴിയിൽ ഇങ്ങനെ ഓരോരോ സ്പോട്ടുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ പിള്ളേർക്കൊക്കെ പറ്റിയ ഓരോരോ ഇങ്ങനെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം ഇതിൻ്റെ അകത്തേക്ക് കയറാനായിട്ട്. ഇതിനൊക്കെ ഓരോരോ സമയവും ടിക്കറ്റും എല്ലാം അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെയൊക്കെ കയറണമെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ എല്ലാത്തിനുള്ള സമയമൊന്നുമില്ല കേട്ടോ. കാരണം നമുക്കിപ്പോൾ തിരിച്ചു പോകാനുള്ളതല്ലേ, ഒരുപാട് ദൂരം യാത്രയും ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് സമയം കളയണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഞാൻ ഇതിൻ്റെ വാതക്ക് നിന്നിട്ടൊന്ന് വീഡിയോ എടുത്തതാണ്. ഇതിൻ്റെ അകത്തൊക്കെ കയറി ഇറങ്ങുമ്പോഴേ ഒരുപാട് സമയം പോകും. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ വെറുതെ അവിടെ അങ്ങനെ നിന്നില്ല. നമ്മൾ പിന്നെ വേഗം തന്നെ റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുകയാണ്. അപ്പോൾ ഈ പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഏത് റെസ്റ്റോറൻറ്റിൽ കയറണമെന്ന് ആകെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ എല്ലാം തന്നെ ഈ ഒരു ഉച്ച ടൈമിലാണ് മിക്കതും ഓപ്പൺ ചെയ്യണത്. അപ്പോൾ അതേ നമ്മളങ്ങനെ നടന്ന് ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലാണ് ഇപ്പോൾ വന്നേക്കണത്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് ദേ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ രീതി എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളിത് ഇവിടെ നിന്ന് തന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യണം. അവിടെ ഇങ്ങനെ മെനു ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലേ നമ്മൾ ഇവർ അകത്തേക്ക് കയറ്റി വിടുള്ളൂ. അപ്പോൾ ഇതേ ഇങ്ങനെ മെനുവിൽ നോക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് ക്യാഷ് കൊടുത്ത് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അകത്ത് കയറ്റി വിട്ട് സീറ്റിലിരുത്തും. അങ്ങനെയാണ് അവരുടെ രീതി കേട്ടോ. അപ്പോൾ ഇതേ നമ്മളങ്ങനെ ഫുഡൊക്കെ വന്നു. ഫസ്റ്റ് ഇതേ ഇതൊരു ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. നമ്മളിതാണ് ആദ്യം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം പിന്നെ ഇതേ നമ്മൾ ചിക്കൻ്റെ തന്നെ 2-3 ഡിഷസുകൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1-2 സോസുകളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അവരുടേതായ രീതിയിൽ പ്രിപ്പയർ ചെയ്തത്. പിന്നെ അതേ ഇങ്ങനത്തെ 1-2 ഐറ്റംസുകളും നമ്മൾ ഓർഡർ ചെയ്തതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇവർ പ്ലെയിൻ റൈസും കൊടുക്കും, ഫ്രൈഡ് റൈസും കൊടുക്കും കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം, അങ്ങനെയാണ്. പിന്നെ അതേ നമ്മൾ ബബിൾ ടീം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡുകളെല്ലാം തന്നെ അടിപൊളിയായിരുന്നു. നമ്മളങ്ങനെ ഫുഡടിയൊക്കെ കഴിഞ്ഞു, അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ നേരെ കാറ് പാർക്ക് ചെയ്തോടത്തേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഈ കാറ് പാർക്ക് ചെയ്തതിന് ഓരോന്നിനും ഓരോ സമയമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ക്യാഷ് പേ ചെയ്യണത്.
അങ്ങനെ അതേ നമ്മൾ അതിന് ശേഷം നമ്മളിപ്പോൾ വണ്ടിയൊക്കെ കയറി നമ്മളിപ്പോൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നേരെ കാണുന്നത് ഒരു ട്രെയിനാണ് കേട്ടോ. ആ ട്രെയിനിൽ നമ്മളിങ്ങനെ ഈ കോമ്പൗണ്ട് മൊത്തത്തിലൊന്ന് ചുറ്റി കാണിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടിക്കറ്റൊക്കെ കൊടുത്ത് കയറണം. അതുപോലെ തന്നെ ഇത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണാണ്ടോ, അതൊക്കെ ഓരോരോ റെസ്റ്റോറൻറ്റുകളാണ്, പിന്നെ ഹോട്ടലുകൾ, ഇതൊക്കെ നമുക്ക് ഈ ഭാഗത്തായിട്ട് ചുറ്റുവട്ടത്ത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതേ ഈ കാണുന്നതാണ് ഈ നദി, നയാഗ്ര നദി. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയിലൊക്കെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ നദി നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഈ നദിയാണ് അങ്ങനെ അങ്ങോട്ട് നീണ്ട് പോയിട്ട് വെള്ളച്ചാട്ടമായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡിലൊക്കെ ഇരിക്കാനുള്ള ഇങ്ങനെ സംവിധാനമൊക്കെ ഉണ്ട്. അവിടെ ചെയറുകളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് വേണമെങ്കിൽ അവിടെ പോയി ഇരിക്കാം. അപ്പോൾ അതേ നമ്മുടെ യാത്ര അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ ഈ പാലം കണ്ടോ, ഈ പാലം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ന്യൂ ജേഴ്സിയിൽ നിന്ന് നയാഗ്രയ്ക്ക് വരുന്ന വഴിയിൽ. അപ്പോൾ ആ പാലോട്ട്, അപ്പോൾ ഈ പാലത്തുമ്പോൾ നിന്നാൽ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് നോക്കിയാൽ വെള്ളച്ചാട്ടം ചെറിയ രീതിയിലൊന്ന് കാണാം കേട്ടോ. പക്ഷേ ക്യാമറയിൽ അത് അത്ര ക്ലിയർ ആവില്ല, അതുകൊണ്ട് ഞാനത് അങ്ങനെ കാണിക്കുന്നില്ല. പക്ഷേ നമുക്ക് വണ്ടിയിലിരുന്ന് അത് കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ താഴെയായിട്ട് ഒരുപാട് ഇങ്ങനെ ബോട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് കണ്ട, ഇതൊക്കെ നമുക്ക് റെൻറ്റിന് എടുത്തിട്ട് നമുക്കിങ്ങനെ ബോട്ടിങ് നടത്താം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അതൊക്കെ അങ്ങനെ ഇട്ടേക്കണത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ഇങ്ങനെ സ്പോട്ടുകളുണ്ട് ഈ നയാഗ്രയിൽ. ഈ വെള്ളച്ചാട്ടം മാത്രമില്ല കേട്ടോ, പക്ഷേ എല്ലാത്തിലും കയറി ഇറങ്ങാനുള്ള നേരമൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ വെള്ളച്ചാട്ടം മാത്രം കണ്ടിട്ട് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും ഞാൻ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കണില്ല കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസവും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ടൗണുകളൊക്കെ കാണാം. അപ്പോൾ അങ്ങനെ നല്ല നല്ല പോയിന്റുകൾ വരുമ്പോൾ മാത്രം ഉണ്ടോ ഞാൻ വീഡിയോയിൽ നിങ്ങളെ കാണിക്കണുള്ളൂ. പിന്നെ മാത്രമല്ല നമ്മൾ ഈ ഹൈവേ വഴിയല്ലേ പോകുന്നത്, അതുകൊണ്ട് ഒരുപാട് കാഴ്ചകളൊന്നും നിങ്ങളങ്ങനെ കാണിക്കാനുമില്ല. അപ്പോൾ അതേ നമ്മളങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നല്ല അടിപൊളി പച്ചപ്പുള്ള സ്ഥലങ്ങളൊക്കെ വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് ഈ ഹൈവേ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെയൊന്നും ഒരു കടകളോ ഒന്നുമില്ല കേട്ടോ. നമുക്ക് പക്ഷേങ്കിൽ കടയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ സൈഡിലായിട്ട് ഇങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള റെസ്റ്റോറൻറ്റുകളോ പമ്പുകളോ റെസ്റ്റ് ഏരിയ എന്ത് വേണമെങ്കിലും അവിടെ ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ടാവും. നമുക്ക് അതനുസരിച്ച് എക്സിറ്റ് ചെയ്ത് ഉള്ളിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ അതേ നമ്മളങ്ങനെ ഒരു വൈകിട്ടൊക്കെ ആയപ്പോഴത്തേനും നമ്മളിപ്പോൾ ഒന്ന് ഒരു ചായയോ അല്ലെങ്കിൽ ഒരു കോഫിയോ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മളിതേ വണ്ടി ഒതുക്കി. അപ്പോൾ അതേ നമ്മളങ്ങനെ ഹോട്ട് ചോക്ലേറ്റ് ആണോ നമ്മളിവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ യാത്രക്കിടയിൽ നമ്മളൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് എപ്പോഴും ഈ ചായ കോഫി അതൊക്കെ നല്ലതായിരിക്കുമല്ലേ. അങ്ങനെ ദേ നമ്മളതൊക്കെ അവിടെ ഇരുന്ന് കുടിച്ചു. അതിൻ്റെ ഇടയിൽ നമ്മളിതേ ഒരു പൊട്ടറ്റോ നഗറ്റ്സും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് മാത്രമേ നമ്മൾ അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ അതൊക്കെ കഴിച്ചു. അതിന് ശേഷം നമ്മളിപ്പോൾ അതേ വീണ്ടും യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ നയാഗ്രയുടെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ന്യൂ ജേഴ്സിയിൽ നിന്ന് നമ്മൾ നയാഗ്രയിലേക്ക് പോകുന്ന ഒരു വീഡിയോ, അതിന് ശേഷം നയാഗ്രയിലെ നൈറ്റ് വ്യൂ, അതിന് ശേഷം നയാഗ്രയിലെ ബോട്ടിങ്, അതിന് ശേഷം ഇന്നത്തെ വീഡിയോ. അപ്പോൾ അങ്ങനെ 4 വീഡിയോയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോസൊക്കെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ അതേ നമ്മളിപ്പോൾ അതേ പെൻസിൽ വാലിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ ബോർഡ് കണ്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ആ ജില്ലയിലേക്ക് കടന്നേക്കും കേട്ടോ. ജില്ലയല്ല കേട്ടോ, സ്റ്റേറ്റാണ്, ഞാൻ പറഞ്ഞത് മാറിപ്പോയതാണ്. അപ്പോൾ അതേ ഇനിയിപ്പോൾ നമ്മൾ ഈ പെൻസിലിലേക്ക് കടന്നപ്പോഴത്തേനും മൊത്തത്തിൽ ഒരു മൂടൽമഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ പെൻസിൽ ചെറിയൊരു ഹൈ റേഞ്ച് പോലെയാണ് കേട്ടോ. മൊത്തത്തിൽ കാടും മലകളും അങ്ങനത്തെ ഒരു ഭാഗമാണ്. അതാണ് ഇങ്ങനെ ചെറിയൊരു മൂടൽമഞ്ഞ് പോലെ കാണുന്നത്. അങ്ങനെ അതേ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതേ രാത്രി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്, ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പിന്നെ രാത്രി പതുക്കെയാണല്ലോ ആവണത്. അപ്പോൾ അതേ അങ്ങനെ ഇരുട്ടായി തുടങ്ങി. ഇനിയിപ്പം നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം വെച്ചാൽ ഇനി ഒരുപാട് ലേറ്റ് ആയാലോ റെസ്റ്റോറൻറ്റുകളൊക്കെ അടച്ചു പോകും. അതിനതേ നമ്മളങ്ങനെ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു കേട്ടോ. നമ്മളിതേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബർഗറായിരുന്നു. അപ്പോൾ ഈ ബർഗർ ഇതിങ്ങനെയാണ് കേട്ടോ തന്നത്. അതെന്താ അങ്ങനെ തന്നതെന്നുള്ളത് എനിക്കറിയില്ല, അവരങ്ങനെയാണ് തന്നത്. അതിനുശേഷം നമ്മളിതേ ഇപ്പോൾ ഒരു ചിക്കൻ സ്റ്റീക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഫ്രൈസും പിന്നെ അവരുടേതായ ഒരു സോസും അതൊക്കെ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മളതൊക്കെ കഴിച്ചു. അതിന് ശേഷം ദേ ഇവിടെ കുറേ ലോലിപോപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ വരുന്നവർക്ക്. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചു. അതിന് ശേഷം നമ്മളിപ്പോൾ ദേ പിന്നെയും നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇനിയിപ്പോൾ ഉള്ള യാത്രകളുള്ള കാഴ്ചയൊന്നും ഞാൻ കൂടുതൽ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കണില്ല. മാത്രമല്ല ആകെ ഇരുട്ടായല്ലോ, ഒന്നും കാണാനും പറ്റൂല. പിന്നെ മഴയാണെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയ്തുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ.
പിന്നെ ഇങ്ങോട്ട് കുറേ പോന്നപ്പോൾ നമ്മുടെ ഭാഗത്തേക്കൊക്കെ എത്തിയപ്പോഴത്തേനും പിന്നെ മഴയൊക്കെ ഒന്ന് നിന്നായിരുന്നു. അപ്പോൾ ഈ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ അമേരിക്കൻ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.